ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഈ അടുത്ത കാലത്ത് +2 കഴിഞ്ഞോ ഡിഗ്രി കഴിഞ്ഞോ UK-യിലേക്കോ കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ വണ്ടി കയറിയ ഒരു മലയാളി ചെറുപ്പക്കാരനില്ലേ? തീർച്ചയായും ഉണ്ടാകും. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് വെറും ഒരു വിദേശയാത്രയല്ല, അതൊരു വലിയ കൂട്ടപാലായനമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സ് തുറന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. എന്താണ് ശരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അത്രയ്ക്ക് പാടാണ്. ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടുന്നില്ലേ? അഥവാ ജോലി കിട്ടിയാൽ തന്നെ ജീവിക്കാൻ ആവശ്യമായ ശമ്പളം കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ് 18ഉം 20ഉം വയസ്സുള്ള നമ്മുടെ മക്കൾ +2വിന്റെ റിസൾട്ട് വരുന്ന അന്ന് തന്നെ വിദേശ കൺസൾട്ടൻസികളിലേക്ക് ഓടുന്നത്? ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുമ്പോഴും നമ്മുടെ സ്വന്തം മക്കൾക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ ഭയമാണോ? അതോ ഇവിടെ അവർക്ക് ശ്വാസം മുട്ടുകയാണോ? പലരും പറയാറുണ്ട് ആ കുട്ടികൾക്ക് വിദേശത്ത് പോയി നല്ല ഉന്നത വിദ്യാഭ്യാസം നേടാനാണ് താല്പര്യമെന്ന്. എന്നാൽ നമ്മൾ കണ്ണു തുറന്ന് യാഥാർത്ഥ്യം പരിശോധിച്ചാൽ അതല്ല സത്യം. ഇതൊരു പെട്ടെന്നുള്ള മാറ്റമല്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ പരാജയങ്ങളുണ്ട്. കോടികൾ കൊയ്യുന്ന വിസ മാഫിയകളുടെ കള്ളക്കളികളുണ്ട്. അതിലുപരി നമ്മൾ ഈ സമൂഹം അവരോട് ചെയ്യുന്ന ചില ക്രൂരതകളുണ്ട്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്ന ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കും അതിനുള്ള കൃത്യമായ പരിഹാരങ്ങളിലേക്കും നമ്മൾ വിരൽ ചൂണ്ടുകയാണ്. നമ്മുടെ നാടിന്റെ നിലനിൽപ്പിനായുള്ള ഈ വലിയ അന്വേഷണത്തിലേക്ക് നമുക്കൊന്ന് കണ്ണു തുറന്നു നോക്കാം. നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ കേരള മോഡൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഡിസ്കണക്ട് തന്നെയാണ്. നമ്മൾക്ക് സ്ഥിതിവിവരക്കണക്കുകൾ കൃത്യമായി പരിശോധിക്കാം. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങൾ മുന്നിലാണ് കേരളം. ദേശീയ ശരാശരി ഏതാണ്ട് 7 മുതൽ 8% വരെ ആയിരിക്കുമ്പോൾ കേരളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 20%-ന് മുകളിലാണ്. നാട്ടിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം 12 മണിക്കൂർ നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ എടുക്കുന്ന നഴ്സിന് ലഭിക്കുന്നത് മാസം 15,000 രൂപയാണെങ്കിൽ അവർ എങ്ങനെ ഇവിടെ തുടരും? അതേസമയം UK-യിലെ NHS അല്ലെങ്കിൽ ജർമ്മനിയിലെ ഹോസ്പിറ്റലുകൾ അവർക്ക് നൽകുന്നത് ആഴ്ചയിൽ 40 മണിക്കൂർ മാത്രം ജോലിയും മാസം 3 ലക്ഷത്തിന് മുകളിൽ ശമ്പളവും ഒപ്പം മികച്ച സാമൂഹിക സുരക്ഷയുമാണ്. ഇതാണ് ഇവിടുത്തെ പുഷ് ഫാക്ടർ. നമ്മൾ ഈ യുവാക്കളെ ഇവിടുന്ന് നിർബന്ധിച്ചോടിക്കുകയാണെന്ന് പറയേണ്ടി വരും. പലരും വിചാരിക്കുന്നത് മലയാളി യുവാക്കൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ വിദേശത്ത് പോയി മറ്റുള്ളവർക്ക് കീഴിൽ ജോലി ചെയ്യുന്നതെന്നാണ്. എന്താണ് യാഥാർത്ഥ്യം? കേരളത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു ചെറുകിട വ്യവസായമോ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു 21-കാരൻ നേരിടേണ്ടി വരുന്ന കടമ്പകൾ നോക്കുക. പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം, ഫയർ ആൻഡ് റെസ്ക്യൂ, KSEB, അങ്ങനെ ക്ലിയറൻസുകൾ കിട്ടാൻ മാസങ്ങളോളം പുറകെ നടക്കണം. നമ്മുടെ വ്യവസായ അന്തരീക്ഷ പോരായ്മകൾ കാരണം പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ യുവ സംരംഭക മൂലധനമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ള നമ്മുടെ തലമുറയെ നമ്മൾ ഫയലുകൾ കാട്ടി പേടിപ്പിക്കുമ്പോൾ അവർ തങ്ങളുടെ ആശയങ്ങളുമായി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിനപ്പുറം ഈ പാലായത്തിന് പിന്നിൽ ആരും ചർച്ച ചെയ്യാത്ത മറ്റൊരു പ്രധാന കാരണമുണ്ട്. അതാണ് സാമൂഹിക ശ്വാസമുട്ടൽ. കേരളത്തിലെ യുവാക്കൾ ഇന്ന് കേവലം പണത്തിനു വേണ്ടി മാത്രമല്ല നാടുവിടുന്നത്. അവർ സ്വന്തം വ്യക്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിലെ കവലകളിലും വഴികളിലും ഇന്ന് സജീവമായി നിൽക്കുന്ന ഒന്നാണ് മോറൽ പോലീസിംഗ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ അവളെ സംശയത്തോടെ നോക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. യുവാക്കളുടെ വസ്ത്രധാരണത്തെ, അവരുടെ ലൈഫ് സ്റ്റൈലിനെ, അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെ വിചാരണ ചെയ്യുന്ന നാട്ടിലെ നാട്ടുകൂട്ടങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം. മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദവും ഒരു കാരണമാണ്. അയൽപ്പക്കത്തെ കുട്ടി കാനഡയിൽ പോയി, അതുകൊണ്ട് നീയും പോകണമെന്ന രീതിയിലുള്ള സ്റ്റാറ്റസ് സിംബൽ മത്സരമായി ഇന്ന് വിദേശ പഠനം മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസം എന്നത് അറിവ് നേടാനല്ല, മറിച്ച് ഈ സമൂഹത്തിൽ നിന്ന് അന്തസ്സോടെ രക്ഷപ്പെടാനുള്ള ഒരു വിസയായി മാറിയിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പാലായത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കോടികളുടെ ബിസിനസ് ലോബിയെ കുറിച്ചാണ്. ദി വിസ നെക്സസ്. കേരളത്തിലെ കൊച്ചിയും കോട്ടയവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ പഠന കൺസൾട്ടൻസികൾ ഇന്നൊരു സമാന്തര സാമ്പത്തിക സാമ്രാജ്യമാണ് ഭരിക്കുന്നത്. ഇവർ കുട്ടികൾക്ക് നൽകുന്ന പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? IELTS ഇല്ലാതെ UK-യിലേക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയിലൂടെ മാസം 2 ലക്ഷം സമ്പാദിക്കാം.
ഈ ആകർഷമായ വാഗ്ദാനങ്ങളിൽ വീഴുന്നത് സാധാരണക്കാരായ മാതാപിതാക്കളാണ്. കൺസൾട്ടൻസികൾ വിദേശത്തുള്ള ലോവർ ടയർ സർവകലാശാലയുമായി ചേർന്ന് കമ്മീഷൻ വ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനായി ഒരു സാധാരണ കുടുംബം കണ്ടെത്തുന്നത് വലിയൊരു തുകയാണ്. ബാങ്കുകളിൽ നിന്ന് 20 ലക്ഷവും 25 ലക്ഷവും വായ്പ എടുക്കുന്നു. ഈ പണം മുഴുവൻ ട്യൂഷൻ ഫീസായും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുകയാണ്. നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ ഇന്ത്യൻ രൂപയാണ് വിദേശ സർവകലാശാലകളെയും ഇവിടുത്തെ ഏജൻസികളെയും സമ്പന്നരാക്കാൻ നമ്മൾ കയറ്റി അയക്കുന്നത്. അവിടെ എത്തുന്ന കുട്ടികൾ കടുത്ത സാമ്പത്തിക മാന്ദ്യവും പാർട്ട് ടൈം ജോലികളുടെ കുറവും കാരണം ഇന്ന് കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കും ലോൺ ട്രാപ്പിലേക്കും വീണുപോകുന്നു. ദി ഡെമോഗ്രാഫിക് ടൈം ബോംബ്. കേരളത്തിലെ സെൻട്രൽ ട്രാവൻകൂർ മേഖലകളിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുക കോടികൾ വിലമതിക്കുന്ന എന്നാൽ ആളില്ലാത്ത പൂട്ടിക്കിടക്കുന്ന വലിയ ആഡംബര വീടുകളാണ്. വീടിന്റെ മുന്നിൽ വലിയ ഗേറ്റുകൾ പൂട്ടിയിട്ടിരിക്കുന്നു. ഉള്ളിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രമായിരിക്കും. കുട്ടികൾ എല്ലാവരും വിദേശത്താണ്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ കേരളം അതിവേഗം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളില്ലാത്ത ഒരു നാടിനെങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? നമ്മൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദശകങ്ങളിൽ കേരളം നേരിടാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാമൂഹിക തകർച്ചയായിരിക്കും. പ്രശ്നങ്ങൾ അനവധിയാണ്. പക്ഷേ ഇതിനർത്ഥം കേരളത്തിന്റെ ഭാവി പൂർണ്ണമായും ഇരുട്ടിലായി എന്നല്ല. ഒരു ജനറേഷൻ മുഴുവൻ നാടുവിടുമ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് മുന്നിൽ കൃത്യമായ 5 ഭാവി പരിഹാരങ്ങളുണ്ട്. ഒന്നാമതായി ദ നോളജ് വാലി വിഷൻ. നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്ന അതേ അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾ സ്വന്തം നാട്ടിൽ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ വഴി ലഭ്യമാക്കുക. ഇതിനായി പുതിയ ബജറ്റിൽ 851 കോടിയാണ് ഉന്നത വിദ്യാഭ്യാസ നവീകരണത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. ഇതിലൂടെ വിദേശത്തേക്ക് ഒഴുകുന്ന 8000 കോടിയുടെ മൂലധനം നമുക്ക് നാട്ടിൽ നിർത്താം. രണ്ടാമതായി കണക്ട് ടു വർക്ക്. 4000 കോടി വകയിരുത്തിക്കൊണ്ട് 5 ലക്ഷം യുവാക്കൾക്ക് ആധുനിക AI, റോബോട്ടിക്സ് മേഖലകളിൽ ആഗോള നിലവാരമുള്ള സ്കില്ലുകൾ നൽകുക. മൂന്നാമതായി കെയർ എക്കണോമി. കേരളം നേരിടുന്ന ഏജിംഗ് പോപ്പുലേഷൻ വെല്ലുവിളിയെ ഒരു ബിസിനസ് സാധ്യതയാക്കി മാറ്റി എൽഡർ കെയർ മേഖലയെ ഒരു ഓർഗനൈസ്ഡ് ഇൻഡസ്ട്രി ആക്കുക. അതുവഴി ലക്ഷക്കണക്കിന് നഴ്സുമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കും നാട്ടിൽ തന്നെ ഉയർന്ന ശമ്പളമുള്ള ജോലി നൽകാം. നാലാമതായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇൻവെസ്റ്റ് കേരള സെൽ വഴി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുക. മാറ്റങ്ങൾ ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല, പക്ഷേ മാറ്റത്തിന്റെ വിത്തുകൾ പാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് രാജ്യാന്തര അനുഭവങ്ങൾ നേടാനാണെങ്കിൽ അതൊരു മികച്ച കാര്യമാണ്. എന്നാൽ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് കടുത്ത നിരാശയോടെയാണ് അവർ നാടുവിടുന്നതെങ്കിൽ അത് ഈ സമൂഹത്തിന്റെ പരാജയമാണ്. ഫയലുകളേക്കാൾ വേഗത്തിൽ പറക്കുന്ന യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ഈ മണ്ണിൽ തന്നെ ചിറകുകൾ നൽകാൻ നമുക്ക് സാധിക്കണം. അന്ന് നമ്മുടെ ക്യാമ്പസുകൾ വീണ്ടും സജീവമാകും. ദൈവത്തിന്റെ സ്വന്തം നാട് അതിന്റെ മക്കളെ ചേർത്ത് പിടിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.